ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിച്ചിട്ടില്ലേ, എങ്ങനെയുണ്ട്, സുഖമായിട്ട് വന്നാൽ മതി, വെറുതെ വീഡിയോ പിടിക്കാൻ വരണ്ടെന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ആർക്ക് വയ്യാണ്ടായ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് വലിയൊരു കൂട്ടായ്മ അമ്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും, എൻ്റെ ചേച്ചിക്കുട്ടിക്ക് എന്ത് പറ്റി, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി, എൻ്റെ അനിയത്തിക്കുട്ടി, അങ്ങനെ പലരും പല രീതിയിലും നിസ്വാർത്ഥമായൊരു കൂട്ടായ്മയുടെ പ്രാർത്ഥന നമ്മുടെ ഒപ്പമുണ്ട്. വലിയൊരു സത്യസന്ധമായൊരു കുടുംബമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുക. അല്ലാണ്ട് അമ്മ എന്നെ പ്രസവിച്ചു, എനിക്കൊരു ഭാര്യ ഉണ്ടായി, അതിലൊരു കുട്ടി ഉണ്ടായി, കുട്ടിക്കൊരു കുട്ടി ഉണ്ടായി പറഞ്ഞത് മാത്രമൊന്നുമല്ല, ഈ സ്നേഹബന്ധം കൊണ്ട് ഇങ്ങനെ കൂടി വരുന്നൊരു ചങ്ങലയുണ്ടല്ലോ, അതിൽ നിന്ന് ഉണ്ടാവുന്ന ശരിക്കുള്ളൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അതിന് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഇന്നും അത്ര ഉഷാറായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഓരോ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ചിലർ ഇടുന്ന ചെറിയ ചെറിയ മെസ്സേജുകൾ, ആ മെസ്സേജിലൂടെ കിട്ടുന്നൊരു സ്ഫൂർത്തി, ദിവസം രാവിലെ അടുക്കള വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നുന്നൊരു ഊർജ്ജം, ആ ഊർജ്ജത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ വരാണ്ടിരിക്കാൻ പറ്റില്ല. തീരെ വയ്യാണ്ടായ അങ്ങനെ വയ്യാണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ തീരെ വയ്യാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഈ അമ്മുക്കുട്ടി ഒരു ലീവ് എടുക്കുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ വേണ്ടി വരും. കാരണം ഒന്നല്ല, എവിടെയോ ഒരു പൂവ് ആഗ്രഹിച്ചു അല്ലേ, ഒരു പൂന്തോട്ടം തന്നെ കിട്ടി, ഒരു പൂക്കാലം കിട്ടി എന്ന് പറയും പോലെ നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും വരും. അമ്മേനെ കണ്ടാൽ അവർക്ക് അറിയാം മുഴുവൻ ക്ഷീണമൊന്നും മാറിയിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അതന്നെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അയലക്കറി. ഇത് കുഞ്ഞു കുഞ്ഞു അയിലല്ലേ, അപ്പൊ ഇത് മുറിക്കാണ്ട് ഞാൻ അങ്ങനെയാണ് ഇടാൻ പോണത്. അതാണ് ഒരു ഇഷ്ടം. ഇവനെ കാണാം, കഴിച്ചില്ലെങ്കിലും ഇവനിങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. നിറഞ്ഞു കിടക്കണം. അതെന്താ അറിയോ, ഞങ്ങളുടെ അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ മുറിക്കാണ്ട് ഇടുന്ന ഒരു ഇതുണ്ട്. അത് ഇവൻ കണ്ടിട്ട് എന്താ ഈ അമ്മ ഇങ്ങനെ മുറിച്ചിടുന്നത് എപ്പോഴും ചോദിക്കും. അപ്പൊ ഇന്ന് ആ കർണാടകത്തിലത്തെ പോലെ തന്നെ വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങള് ഇത് മല്ലിയും മുളകും വറക്കാണ്ട് അരച്ചതാണ് കേട്ടോ. മല്ലിയും മുളകും മഞ്ഞളും ഒരു 4 ചെറിയുള്ളി കറിവേപ്പില ഇത്രയും കൂട്ടി അരച്ചതാണ്. ഇതില് വേറെ നാളികേരമൊന്നും വേണ്ട. പിന്നെ പുളി. അപ്പോൾ നാളികേരം ഇടാത്ത കറി ഈ പുളി തന്നെ വേണം, കുടംപുളി നന്നല്ല ഈ കറിക്ക്. പിന്നെ ഉപ്പ്, കടുക്, ഉലുവ, എണ്ണ, ഇത്ര മാത്രം മതി. പിന്നെ ആ പ്ലേറ്റിൽ ഇത്ര തക്കാളി പറഞ്ഞില്ല, അതിനാണല്ലോ അസിസ്റ്റന്റ് ഇവിടെ ഉള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, ചെറിയുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. അത് പിന്നെ നമ്മൾ ഇടുമല്ലോ. അപ്പൊ എത്ര ഇതിന് വേണ്ടു അല്ലമ്മ? ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം അമ്മയോട് ഞാൻ ഇന്ന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് അമ്മ ഒരു കഥ പറയുമല്ലോ, ഞാൻ അമ്മയോട് ചോദിക്കാം. അമ്മ, ഈ ലോകത്ത് നമ്മൾ ചിലരെയൊക്കെ ചില മനുഷ്യന്മാരെ കാണുമ്പോൾ നമ്മൾ പറയുമോ കല്ല് ഹൃദയമാണ് അയാളുടെ എന്ന് നമ്മളൊരു ധാരണ വെക്കും. അയാളുടെയോ അല്ലെങ്കിൽ ആ സ്ത്രീ എല്ലാരും ആ പാട്ടിൽ അതുപോലെ അല്ലേ? അപ്പം അതുപോലെ എല്ലാവരും അങ്ങനെ പറയും, കല്ലാണ്, കല്ല് മനസ്സാണ്, കല്ല് ഹൃദയത്തിൻ്റെ സ്ത്രീയാണ്, അല്ലെങ്കിൽ കല്ല് ഹൃദയമുള്ള ഒരു പുരുഷനാണ്, ഒരു ചെക്കനാണ്, ഇങ്ങനെയൊക്കെ പറയും. എങ്ങനെയാണ് ഈ കല്ലും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാം നമുക്ക്? വലിയൊരു ബന്ധമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താ വലിയൊരു ബന്ധമുണ്ടമ്മ? എന്തറിയോ, ഈ ഭൂമിയിൽ എന്തിനാണ് കല്ലിനെ സൃഷ്ടിച്ചതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം കല്ലിനെ കൊണ്ട് വലിയൊരു ഗുണമൊന്നും ആരും കണ്ടിട്ടില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. മണ്ണും കൊണ്ട് ഗുണമുണ്ട്, മരം കൊണ്ട് ഗുണമുണ്ട് അല്ലേ, മനുഷ്യനെ കൊണ്ട് ഗുണമുണ്ട്, പക്ഷിയെ കൊണ്ട് ഗുണമുണ്ട്, മൃഗത്തെ കൊണ്ട് ഗുണമുണ്ട്, ലോകത്തെല്ലാത്തിനും ഗുണമുണ്ട്. അപ്പോൾ ഈ വെറുതെ നിൽക്കണ ഈ പാറ ആർക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് പലരും ചിന്തിച്ചപ്പോൾ അതവിടെ ഇല്ലെങ്കിലും ഒരു മണ്ണിൻ്റെ കുന്നായത് അതവിടെ ആയിക്കോടുമല്ലോ. പക്ഷെ എന്തും കൊണ്ട് എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ട്. എന്തറിയോ? ശാശ്വതം എന്നൊരു ഉത്തരം. അതെങ്ങനെ അറിയാം? ഏത് ശരിയാണ് ഈ പറഞ്ഞത്? കല്ലെപ്പോഴും ശാശ്വതം. അതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ പറയുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തലമുറകൾ കഴിഞ്ഞാലും ഈ രാമായണ കാലഘട്ടങ്ങളായാലും അതിനേക്കാളും മുമ്പുള്ള ഏത് കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടാലും അന്ന് ഉണ്ടാകുന്ന ചില പാറകളും ഇന്ന് സാക്ഷിയാണ് നമുക്ക് ഈ കല്ലെന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ വിഗ്രഹം എങ്ങനെയാണ് കിട്ടിയത് എന്ന ഐതിഹ്യം നോക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. അപ്പോൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഈ വിഗ്രഹം എന്നത്തെയായിരുന്നു? ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ദ്രാവരയുഗത്തിലെ ഒരു വിഗ്രഹമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലം പ്രളയങ്ങൾ സംഭവിച്ചതിന് ശേഷം കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിഗ്രഹം കിട്ടാൻ വഴിയുണ്ടായത്? എന്തുകൊണ്ട് അത് സാധിച്ചു? കല്ലും കൊണ്ട് പണിത പ്രതിമയായതുകൊണ്ട് അല്ലേ?
അപ്പം കല്ലും കൊണ്ട് പണിതെല്ലാം ശാശ്വതമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് പറയാം എന്തുകൊണ്ടാണ് കല്ല്, കടുകല്ലമ്മ കല്ല്, ഇതിൽ കടുക് കിട്ടുമെന്ന്. ഞാൻ പെട്ടെന്ന് കല്ല് പറയുമ്പോൾ കടുക് പറയുമ്പോൾ ഞാനതെന്താ കടുകിട്ട് പറയണ വിചാരിച്ചു. കടുക് പതയുന്നു, വെളിച്ചെണ്ണ പതയുന്നു. വെളിച്ചെണ്ണ ഇട്ട് നമ്മ പറഞ്ഞില്ലേ അമ്മ? പക്ഷെ അമ്മ പറയണം എന്നും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇത് സെക്കൻഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ്സിൽ കയറുമ്പോൾ ഒന്നാം പീരീഡ് തന്നെ അല്ലേ? പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും അത് നേരത്തെ കൂട്ടി പറയണം. ഞാനൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകും കേട്ടോ. എന്നാ നിന്റെ അമ്മ അവിടെ പൊട്ടിത്തെറിക്കുന്ന തൊട്ടടുത്ത് നിന്നോട്ടെ. അല്ലടാ, നീ അങ്ങോട്ട് ബാക്കിൽ പോയി നിന്നോ. സ്വാർത്ഥന്മാരായ മക്കള്. അല്ലെങ്കിൽ അതെ, എങ്ങനെ ഇവരൊക്കെ സ്വാർത്ഥന്മാരാവാണ്ടിരിക്കുക അല്ല? എങ്ങനെ ആയി ഇവരല്ലമ്മ? നമ്മളൊന്ന് വളർത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി വളർത്തിയതല്ലല്ലോ. എന്തിനപ്പം ഞാൻ അമ്മ പറഞ്ഞു, എന്തിനപ്പം അമ്മ പറഞ്ഞ് ബുദ്ധിമുട്ടിന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പറയില്ല, അതിനൊരു എന്താ പറയാ, ഒരു ഷോർട്ട് ഫിലിം പോലെ ചെറുതായി പോകും. ഇനിയിപ്പോൾ അമ്മ തന്നെ അങ്ങോട്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ഒരു സിനിമ പോലെയായി. ഇത് 30 മിനിറ്റിൽ അവസാനിക്കും. അത് വയ്യല്ലോ അമ്മയ്ക്ക്. ഞാൻ ഇതിന് വെള്ളം കുടിക്കേണ്ടി വരില്ല. വെള്ളം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ പോയി കുടിക്കേണ്ടി വരും. വേണ്ട അല്ലേ? ഈ കല്ലിൽ എന്തൊക്കെ ഉപമയുണ്ടെന്ന് അറിയാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 3 ഇതള്, വലിയ ഇതളായിട്ട് വരുന്ന 3 ഇതള് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ലാസ്റ്റ് ഇടാനാണ്. എന്താ അത്? തക്കാളിയോ? തക്കാളി, പച്ചമുളക്. അത് എനിക്ക് വേണ്ടി മാത്രം ഇടണോ? അത് ഇഷ്ടമല്ല ഈ തക്കാളി. അത് തക്കാളി ഇതിന് ഇടണമെന്നൊന്നും ഇല്ല. ഇത് ഓപ്ഷനലാണ്. എന്താ പറഞ്ഞാൽ നീ തക്കാളിയുടെ ഇത് കണ്ടാൽ ആ കറി കൂട്ടാൻ നിനക്കൊരു താല്പര്യമുള്ളൂ. എന്തേലും തക്കാളി കാണണം. ഞാൻ അതിന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തക്കാളി. ചിലതിൽ തക്കാളി ഇടാൻ പറ്റില്ലടാ മോനെ പറയുമ്പോൾ ആ തക്കാളിയുടെ ഒരു കുറവായിട്ടുണ്ട് മാറിയല്ലമ്മ. തക്കാളിയിൽ എന്തോ എനിക്കൊരു മുളകും, മല്ലിയും, ചെറിയുള്ളി, മഞ്ഞളും, 2 കറിവേപ്പിലയും കൂടി അരച്ചത്. എന്താ അമ്മ പറയാ അപ്പോഴും ഈ തക്കാളിയിൽ എന്തോ തന്ന പോലെയാണ്? തക്കാളിയിൽ കൂടാത്ത അതന്നെ തക്കാളി. ചിലപ്പോ ചിലതിന് ഇടാൻ പറ്റില്ല. എന്നാലും ഒന്നും പറയാം, അയ്യോ ഇതിന് തക്കാളി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് തക്കാളി ഒരു ഇഷ്ടമുള്ള സലാഡ് ഉണ്ടാക്കുമ്പോ തക്കാളി, നല്ല ഭംഗിയുള്ള തക്കാളി ഇല്ലേ, ബദാം തക്കാളി എന്ന് പറയാ, ആപ്പിൾ തക്കാളി. അത് കണ്ട അപ്പം അത് മുറിച്ച് കഴിക്കണം. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അമ്മ അത് കൊണ്ടുവരാറില്ല. അതുപോലെ തക്കാളി ഊണ് കഴിക്കുമ്പോ നല്ല തക്കാളിയെ കണ്ടാ സവോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് അത് ചോറിന്റെ കൂടെ വേണം. പച്ചമുളകും ഉപ്പും കൂടി. ഉപ്പ് പിന്നെ ഇടുമല്ലോ. ഒന്നും ഇല്ലെങ്കിൽ അവന് അത് വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനമ്മ ഒരു കാര്യം ചോദിച്ചില്ലേ, ഈ കല്ല് ഹൃദയമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഈ കല്ലായിട്ട് ബന്ധിപ്പിക്കുക മനുഷ്യന്റെ സ്വഭാവത്തിനെന്ന് പറഞ്ഞു തരട്ടെ? കേൾക്കുമോ? ഓ കേൾക്കാമോ. അതിനെന്നെ ഞാനിവിടെ നിൽക്കണേ. എന്തായാലും എന്റെ പാചകം നടക്കണോ, അപ്പൊ നിന്റെ പാചകം ഒന്ന് കേൾക്കാം. അപ്പൊ എന്താ അമ്മ കേക്കോ? കേട്ടിട്ട് നന്നല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ മതി. നന്നല്ലെങ്കിൽ ചീത്ത പറഞ്ഞോളൂ. പക്ഷെ എന്നാലൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. മനുഷ്യന്റെ സാഹചര്യവും കല്ലും തമ്മിലൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കല്ലിനെ ഭൂമിയിൽ നിന്ന് മനുഷ്യനെക്കാളും മുമ്പ് തന്നെ അവിടെ സ്ഥാപിച്ചത്. ഇപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ കല്ലുണ്ടല്ലോ, ഈ പാറയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജനിച്ചിട്ടൊരു പാറ ഉണ്ടായിരുന്നല്ലോ, അതിനേക്കാളും മുമ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ സൂചന നമുക്ക് ഈ സൂചന നമുക്ക് നൽകിയത് എന്തിനറിയാമാ? ഇപ്പൊ കല്ല് ഹൃദയമുള്ള അമ്മ ഞാൻ പറയാ, ഒരു ഉദാഹരണം പറയണം അമ്മേനെ. ഇപ്പൊ അമ്മയ്ക്കൊരു കല്ല് ഹൃദയം വെച്ചോളൂ, അല്ല ആണ് എന്ന് കരുതിക്കോളൂ. കേൾക്കുവോ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞു തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടുകാർ എന്ന് വെച്ചാൽ ഭാര്യയുടെ സഹോദരനോ അമ്മയോ ആരെങ്കിലും വീട്ടിലേക്ക് ഒന്ന് മകളെ കാണാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് നോക്കണം. പിന്നെ ഇത് വിട്ടിട്ടുള്ള കടിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഭാര്യ എന്ത് ചെയ്യും?
ആ അമ്മയായാലും സഹോദരനായാലും സഹോദരിയായാലും അവർക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇന്ന ഭക്ഷണമാണ് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുത്ത് തൃപ്തിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ ഭാര്യയുടെ വീട്ടുകാരെ അവിടെ നിന്ന് പോണ വരെ ഒന്നും മിണ്ടാത്ത ഭർത്താവ് ഒന്നങ്ങോട്ട് പടിയിറങ്ങി കഴിഞ്ഞാൽ പറയും അത് ശരി, നീ എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇന്നാളെ എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്നൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അവർക്ക് മട്ടൻ ഇഷ്ടമാണ്, പച്ചക്കറിയിൽ ഇന്ന കുമ്പളങ്ങി കൊണ്ടുള്ള പുളി ഇതിഷ്ടമാണെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. ഇപ്പം നിനക്ക് നല്ല തോന്നൽ വന്നല്ലോ. അപ്പം എൻ്റെ വീട്ടുകാരെക്കാട്ടിലും നിനക്ക് നിൻ്റെ വീട്ടുകാരെയാണ് ഇഷ്ടം എന്ന് ഭർത്താവ് അങ്ങോട്ട് തീരുമാനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യും, ഈ സ്ത്രീ എന്ത് ചെയ്യും, ഇവർ വിചാരിക്കും ഇനി എൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവന്നിട്ട് എന്നാ ഇതവർക്ക് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ വെച്ച് കൊടുത്താൽ മതി പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ വീട്ടുകാർ വരുമ്പോൾ സ്വന്തം വീട്ടുകാർ വരുമ്പോൾ മനസ്സിൽ ചെറിയൊരു കല്ലെടുത്ത് വെക്കും. അത് ഭാര്യയുടെ ക്യാരക്ടർ അങ്ങനെ ആയോ തിരിച്ച് ഭർത്താവിൻ്റെ ക്യാരക്ടറിലേക്ക് വരാം. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും സാധാരണയായിട്ട് ഒരു പുരുഷൻ കല്യാണം കഴിക്കണ വരെ അവൻ ഏറ്റവും കൂടുതൽ അവൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നൊരു സുഹൃത്തായിരിക്കും അവൻ്റെ അമ്മ. അപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയെടുത്ത് അമ്മ എനിക്ക് ഇന്നത് ഇഷ്ടമാണ്, അമ്മ ഇന്നത് എനിക്ക് ഉണ്ടാക്കിത്ത അമ്മ, ഇന്ന വസ്ത്രം എനിക്കിട്ട നന്നായിട്ടുണ്ടോ, ഇതെല്ലാം ചോദിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും അമ്മ. അപ്പോൾ ഒരു ഭാര്യ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഈ ഭാര്യമാർക്കൊരു ചോദ്യം ഉണ്ട് കേട്ടോ, അത് സത്യമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പം ഈ ഒരു വർത്താനം ഭർത്താവിന് നിർത്തേണ്ടി വരും. കാരണം എന്താ, അത് കൂടുതലാവുന്ന കാര്യം ചോദിക്കും, ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കാര്യമൊക്കെ അമ്മേനോട് ചോദിക്കുന്നത്. അപ്പോൾ പറയും ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ, ഇതിന് മുമ്പ് നിങ്ങൾ അങ്ങനെയൊക്കെ ആവാം, പക്ഷെ ഇപ്പം നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മാത്രം സ്വന്തമാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക കേൾക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ടേ അമ്മയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ധരിക്കണമെന്നോ, എന്ത് വസ്ത്രം ധരിക്കണമെന്നോ, ഏത് ഭക്ഷണം കഴിക്കണമെന്നോ അത് എന്നോട് പറഞ്ഞാൽ മതി, അമ്മേനോട് പറയണ്ട എന്ന് പറയും. അപ്പോൾ ഈ 10-25 വർഷം അല്ലെങ്കിൽ 30 വർഷം വരെയൊക്കെ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ കൊണ്ടുകിടന്ന സ്വഭാവം പെട്ടെന്ന് മാറ്റിയെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താവും, അവിടെ അമ്മായിയമ്മയും മരുമകളും നമ്മൾ ചെറിയൊരു യുദ്ധം ഉണ്ടാവും. ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടുക്കിൽ നിൽക്കണ ഈ മന്ത്രിയോ തന്ത്രിയായ ഈ ഭർത്താവ് എന്ത് ചെയ്യും, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിലൊരു കല്ലെടുത്ത് വയ്ക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഈ ഭാര്യയ്ക്കും സ്വാഭാവികമായിട്ട് എന്താണ്, ഈ അമ്മ തന്നെയായിരിക്കും ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനായിരിക്കും. അപ്പോൾ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് നിൻ്റെ ഈ വീട്ടിലേക്കുള്ള വിളി അത്ര ശരിയല്ല, അപ്പോൾ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവൾ വേണ്ടാത്ത പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണോ ഈ അമ്മ എന്ന് പറയണത്? അല്ല. തിരിച്ച് അതേപോലെ ഭർത്താവ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോൺ എൻഗേജ് ആയിരുന്നു, ഭാര്യ പെട്ടെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മേനൊന്ന് വിളിച്ചതാണ്, അപ്പം അന്യരാജ്യത്ത് താമസിക്കുകയാണ്, അമ്മേനൊന്ന് വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഭാര്യ പറയും നിങ്ങൾക്ക് എന്താ അമ്മേനെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം, ഞാനുള്ളപ്പോൾ എൻ്റെ ഒപ്പം മാത്രം വിളിച്ചാൽ മതി അമ്മേനെ, അങ്ങനെ അമ്മേനെ സെപ്പറേറ്റ് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അറിയാത്തപ്പോൾ എന്താ അമ്മേൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ന് ഭാര്യ ചോദിക്കും. അപ്പോൾ ഈ പെണ്ണും ആണും രണ്ടുപേരും ഈ അമ്മ എന്നുള്ള കഥാപാത്രത്തിന് മുമ്പർത്തും സഹോദര കഥാപാത്രത്തിന് മുമ്പർത്തും മനസ്സിൽ ചെറിയൊരു കല്ലെടുത്ത് വയ്ക്കും. എന്തുകൊണ്ട്? കാരണം ചില സമയത്ത് നമ്മുടെ ഹൃദയം കല്ലാക്കേണ്ടി വരും. അതാണ് കല്ല് പോലൊരു മനുഷ്യൻ എന്ന് പറയാം. അതേപോലെ ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും മനുഷ്യൻ കല്ലായി തീർന്നേ പറ്റൂ. ഒരുപാട് നന്മകൾ ചെയ്തൊരു വ്യക്തി, ഒരുപാട് എല്ലാവർക്കും നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, തിരിച്ചടികൾ മാത്രം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ ആ സമയത്ത് ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് സഹായിച്ച് ഇല്ലാത്തപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളെ വെറുത്ത് നമ്മളെ മറന്ന് നമ്മളിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കല്ലാവും. കാരണം ജീവിതത്തിൽ ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തതും ഞാൻ അനുഭവിച്ചതും ഒന്നും വ്യർത്ഥമായി പോയല്ലോ, ഞാൻ ഇങ്ങനെ ആയല്ലോ, ഇനി ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തി സ്വയം ഹൃദയത്തിലൊരു കല്ല് കയറ്റി വയ്ക്കും. അങ്ങനെ മനുഷ്യൻ പല രീതിയിൽ പല വട്ടം പല പ്രാവശ്യം കല്ലായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഹൃദയക്കാരുണ്ടാവില്ലേ, അവരാരാന്നറിയാം നമുക്ക് ശരിക്കും? ആരാ? യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതം കണ്ടുപിടിച്ചവരും അനുഭവിച്ച് പഠിച്ചവരുമാണ് ഹൃദയത്തിൽ കല്ല് കയറ്റി വയ്ക്കുക. അങ്ങനെ ചില വ്യക്തികളെ നമ്മൾ കാണാൻ ഇട വന്നാൽ, അങ്ങനത്തെ വ്യക്തികളുടെ ഉള്ളിൽ നമ്മൾ തൊട്ടറിയാൻ സാധിച്ചാൽ, അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ യഥാർത്ഥമായിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു സ്നേഹം ഉണ്ടല്ലോ, അതുപോലെ പവിത്രമായൊരു സ്നേഹം ഈ ലോകത്ത് എവിടെയും കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരെല്ലാം കണ്ടുമെടുത്ത് എല്ലാ രീതിയിലുള്ള സ്നേഹങ്ങളും അടുത്ത സ്നേഹങ്ങളും മുഴുവൻ ഉള്ളിൽ ഒതുക്കി വെച്ച്, സ്നേഹമില്ലാണ്ട് ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. സ്നേഹമില്ലാന്ന് അഭിനയിച്ച് ജീവിക്കുന്നവർ എനിക്ക് ആരോടും കൂടുതൽ സംസാരിക്കേണ്ട, ആരോടും കൂടുതൽ പുഞ്ചിരിക്കേണ്ട, സഹായിക്കണമെന്ന് മനസ്സുണ്ടെങ്കിലും വേണ്ട, അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് മനസ്സൊരു കല്ലായി കൊണ്ട് നടക്കുന്ന വേറെ വിഭാഗം ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാരെന്ത് ചിന്തിക്കും മനസ്സിൽ?
അങ്ങനെയൊന്നും ഒരു സ്നേഹം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സൊന്ന് തൊട്ടറിയാൻ സാധിച്ചാൽ എന്നും വറ്റാത്തൊരു വെള്ളം പോലെ കണ്ടിട്ടില്ലേ? ഈ നമ്മുടെ ബോർവെൽ കുടിക്കുമ്പോഴാവട്ടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളം വറ്റിപ്പോയാലും പാറയിൽ നിന്ന് കിട്ടുന്ന വെള്ളം വറ്റില്ല എന്ന് പറയും. അതുപോലെ ശുദ്ധമായ ജലം കിട്ടുന്ന പോലെ ശുദ്ധമായ ഒരു ഹൃദയം കിട്ടും. ആ ഹൃദയത്തെ മനസ്സിലാക്കാൻ പഠിച്ച ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ചോദ്യം ശരിയല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഉത്തരം പറയണതായിരിക്കും. പക്ഷെ ഒരിക്കലും പിണക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയ, അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സ് ജയിക്കാൻ പറ്റിയ, വിട്ടുകളയാതിരുന്നാൽ, ഇങ്ങനെയുള്ള ചില നല്ല വ്യക്തികളെ വിട്ടുകളയാതിരുന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് പ്രകടിപ്പിക്കുകയും എൻ്റെ ഉള്ളിലുള്ളതെല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുള്ള ആൾക്കാരെ വിട്ടുകളയാതിരുന്നാൽ സാധിച്ചാൽ സത്യമായിട്ടും ജീവിതത്തിൽ ഏറ്റവും സുവർണ്ണ ലിപിയിൽ എഴുതപ്പെടേണ്ട ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ, ഏറ്റവും നല്ലൊരു കാമുകനെ, ഏറ്റവും നല്ലൊരു ഭർത്താവിനെ, ഏറ്റവും നല്ലൊരു ഭാര്യനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം ആ ഹൃദയം സ്പർശിക്കാൻ കഴിഞ്ഞാൽ അതിൽ അനുഭവങ്ങളുടെ ഒരു പാടുണ്ടാവും. അതുകൊണ്ടാണ് ആ കല്ല് ഹൃദയമായി അവർ മാറിയിട്ടുണ്ടാവും. അപ്പം അനുഭവങ്ങളുടെ ഒരു പാഠം നിറഞ്ഞൊരു വ്യക്തി വീണ്ടും ഒരാളിനെ വിശ്വസിക്കാൻ ഇത്തിരി സമയം പിടിക്കും. ആ സമയം പിടിച്ച കാലഘട്ടത്തിൽ ആ സമയത്തിനെയും അവൻ്റെ വിശ്വാസത്തിനെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ, വിട്ടുകളയാതിരുന്നാൽ, ഇവൻ മുരടനാണെന്നോ ഇവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ, പിന്നെ പ്രത്യേകിച്ച് ഇതിലെ സ്ത്രീകൾ, അബലയായ സ്ത്രീകൾ, സ്ത്രീ അബലയല്ല. എപ്പോഴാണ് സ്ത്രീ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ഒറ്റപ്പെടുക? ഭർത്താവിൻ്റെ നേടിലുണ്ടാവുമ്പോൾ, അച്ഛൻ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛൻ ഭൂമിയിൽ ഇല്ലാണ്ടാവുമ്പോൾ, സഹോദര സ്നേഹങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ, ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സമൂഹം ഉണ്ടല്ലോ, ഇത് പിച്ച് ചെയ്യുന്ന നടക്കുന്ന പട്ടി നായ്ക്കളെ പോലെയാണ്. ഇപ്പം അമ്മ ഒരു ബിസ്ക്കറ്റും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇറച്ചിയുടെ ഒരു കിറ്റും പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തെരുവ് നായ്ക്കളെല്ലാം പിന്നാമ്പുറത്ത് വരും പറയും പോലെ ഒരു പെണ്ണിൻ്റെ പിന്നാമ്പുറത്ത് തീർച്ചയായിട്ടും വരും. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ശക്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശക്തരല്ലാത്തൊരു സ്ത്രീയും കൂടി ഹൃദയത്തിലൊരു കല്ല് കയറ്റി വയ്ക്കും. അങ്ങനെയും കല്ലുകൊണ്ടൊരു പെണ്ണ്, കല്ലുകൊണ്ടൊരു പുരുഷൻ, കല്ലുകൊണ്ടൊരു കുട്ടി എന്നൊക്കെ പറയും. കുട്ടി എന്ന് പറയില്ല, ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ കല്ലുകൊണ്ട് പല ഉദാഹരണങ്ങൾ. അതിനാണമ്മ ഈ ലോകത്ത് എന്തിനേയും ആദ്യം കല്ലിനെ നമ്മൾ ഒന്നുമല്ല എന്ന് പറയണേ, കല്ലിനെ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ പൂജിക്കുന്നത്. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മീനിടാനുണ്ടോ? കഥ കേട്ടിട്ട് മീനിടാൻ വൈകരുത് കേട്ടോ. ഈ മീനിൽ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി മുളക് പൊടി പുരട്ടി വെച്ചതാണ്. അതെന്തിനാ പറഞ്ഞാൽ മീനിൽ ഇങ്ങനെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഒരു സ്വാദ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കല്ല് പോലെ ഹൃദയമുള്ളവരൊക്കെ ഒട്ട മനുഷ്യന്മാരാണെന്ന് വിചാരിക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം പോലെ ഹൃദയം എന്ന് പറയില്ലേ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഈ കല്ലും വെള്ളം തമ്മിലൊരു ബന്ധമുണ്ട് വന്നൊരു ചേർത്തി പറയുകയാണ്. ഈ വെള്ളം പോലെ ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ഒരു സ്ഥലത്ത് നിൽക്കുമോ? അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേ ഉണ്ടാവും. അതുപോലെ കല്ല് ഹൃദയം എത്ര നല്ലതാണ്. ഇപ്പോൾ അമ്മേനെ പെട്ടെന്ന് കാണുകയും പെട്ടെന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും കാണുമ്പോൾ വളരെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും പിന്നെ കാണാണ്ടാവുമ്പോൾ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യുന്ന, അതുപോലെ ഒലിച്ചു പോണ സ്നേഹത്തിനെക്കാളും എത്രയോ നല്ലതല്ല ദൃഢമായിരിക്കുന്ന ഒരു സ്നേഹം. അതേപോലെ തന്നെ കല്ല് പോലെ ഹൃദയം എന്ന് പറയുന്ന ഇഞ്ഞൊരർത്ഥം കൂടിയുണ്ട്. എന്താ അറിയോ? ഒരിക്കൽ നിങ്ങളൊരു വ്യക്തിനെ സ്നേഹിച്ചു, ഒരിക്കൽ നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തു. ആ സ്ഥാനം കൊടുത്ത വ്യക്തി കല്ല് പോലെ ഉറച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കണം. എന്തെന്നെ പ്രതിസന്ധികൾ വന്നാലും അവൻ്റെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുകയോ മുഖം മാറുകയോ നിങ്ങളെ വെറുക്കുകയൊക്കെ ചെയ്താലും നമ്മൾ അവരോട് മിണ്ടാണ്ട് നടന്നാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവർക്കൊരു സ്ഥാനം എന്നുണ്ടാവും. അത് കല്ല് പോലെ ഉറച്ചതായിരിക്കണം, വെള്ളം പോലെ ആവരുത്. മനസ്സിലായില്ലേ? അപ്പോൾ കല്ല് പോലെ ഉറച്ചതായിരിക്കണം. കല്ലിൽ എഴുതി വെച്ച കവിത എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ കല്ലിൽ എഴുതി വെച്ച കവിത പോലെ ആദ്യം സ്നേഹിച്ച വ്യക്തി, ആദ്യം ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാവട്ടെ, ആദ്യം ജനിച്ചൊരു കുഞ്ഞില്ലേ, അതും വേണമെങ്കിൽ അവസാനം ജനിച്ച കുഞ്ഞിനെയും അങ്ങനെ തന്നെ കരുതുന്ന. നടുക്കിലുള്ള കുഞ്ഞുങ്ങളൊക്കെ മറക്കണം എന്നല്ല പറഞ്ഞ്, പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായി ഒരു സ്ത്രീനെ അമ്മ എന്ന് വിളിച്ച കുട്ടീനെ മറക്കരുത്, എനിക്ക് വേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കല്ലിൽ കൊത്തിവെച്ചത് പലതും ശ്രേഷ്ഠമാണ്. ഇനി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ കല്ല് പോലത്തെ മനുഷ്യനെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ചിന്തിക്കണം, എന്താണ് അവൻ്റെ പശ്ചാത്തലം, എന്തുകൊണ്ട് അവൻ്റെ മനസ്സ് കല്ലായി. ഒരമ്മ വളർത്തുമ്പോൾ എല്ലാ മക്കൾക്കും തൻ്റെ നെഞ്ഞിലെ പാല് കൊടുത്ത് തന്നെയാണ് വളർത്തുക, എല്ലാവർക്കും കൊടുക്കണ പോലെ ഭക്ഷണം കൊടുത്ത് തന്നെയാണ് വളർത്തുക. ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവനെ കല്ലാക്കി മാറ്റും. ഈ കല്ലാക്കി മാറ്റുന്ന വ്യക്തികളുടെ അർത്ഥകയിൽ ഉപ്പ് തേക്കാത്ത കല്ലന്മാരെയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. കല്ല് ഹൃദയം പോലെ അഭിനയിക്കുന്ന ചില വ്യക്തികളുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനത്തെ വ്യക്തികളാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അചഞ്ചലമായ വിശ്വാസം, അതിനെയും കല്ലും കൊണ്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂട്ടോ, ചിന്തിച്ച തെറ്റായിട്ട് ഒരിക്കലും തോന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ ലോകത്ത് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ബിംബം വേണം. വി വാണ്ട് എ മിറർ ടു നോസ് എന്ന് പറയില്ല, നമ്മളെ മനസ്സിലാക്കണം. നമുക്കൊരു കണ്ണാടി വേണം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടും. നമ്മുടെ മുന്നിലൊരു
സംഭവം വേണം. ദൈവമുണ്ട്, ദൈവത്തിനൊരു രൂപമില്ല, അതാണ് സത്യം. ദൈവം ഓരോ കാലഘട്ടത്തെ ഓരോ അവതാരങ്ങൾ എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവത്തിന് ഇന്ന രൂപം എന്നൊരു രൂപമൊന്നുമില്ല. ദൈവം നീ കാണുന്ന രൂപത്തിൽ വരുന്നുള്ളതാണ് സത്യം. ഇപ്പം അമ്മ ഒരു കൊമ്പനാനയായിട്ടാണ് ദൈവത്തിനെ കാണുന്നതിനെ, കൊമ്പനാനയായിട്ട് തന്നെ ദൈവം വരും. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ മനുഷ്യൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ് ഇത് ഐഡൽ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു ശില നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ശില്പിയാവട്ടെ, ഒരു മഹർഷിയാവട്ടെ, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരാരോ ആവട്ടെ, എന്തുകൊണ്ടാണ് ഈ പാറയെ തിരഞ്ഞെടുത്തത്, ഈ കല്ലിനെ തിരഞ്ഞെടുത്തതെന്നറിയോ? അതിൽ വലിയൊരു സത്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, മണ്ണിൽ നമ്മളൊരു ശില പണിത എത്ര കാലം നിലനിൽക്കും? മരം കൊണ്ട് പണിത എത്ര കാലം ഉണ്ടാവും? പക്ഷെ കല്ലിൽ പണിതതോ പ്രളയം വന്നു പോയാലും തിരിച്ചു കിട്ടും. അതിന് സാക്ഷിയാണ് ദ്വാപരയുഗത്ത് ശ്രീകൃഷ്ണൻ ജീവനോടുള്ള കാലത്ത് ശ്രീകൃഷ്ണൻ്റെ പ്രതിമയെ പൂജിച്ചിരുന്ന ആ പ്രതിമയാണ് ഗുരുവായൂർ അമ്പലത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം പോലെ തന്നെ യഥാർത്ഥമായിട്ട് കല്ലിന് അത്ര വലിയൊരു ശക്തിയുണ്ട്. പിന്നെ പ്രാർത്ഥനയും കല്ലും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ അമ്മയ്ക്ക്? പ്രാർത്ഥന കല്ലുപോലെ ഉറച്ചതായിരിക്കണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ദൈവത്തിന് ഇട്ട് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പൂച്ചെണ്ട് തരികയാണ്. ആ പൂച്ചെണ്ട് എടുത്ത് ഞാൻ അമ്മയുടെ മുകളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കനലിലൊരു ചെണ്ട് അമ്മയുടെ മുകളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ, പൂച്ചെണ്ട് വേണ്ട, ഒരു ചെണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോൾ, ആ ബോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? തിരിച്ച് എന്നിലേക്ക് വരും. അപ്പം ഞാനവിടെ പോയിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്ത, എന്നെപ്പോലെ തന്നെ എൻ്റെ അടുത്തുള്ളവനെ സ്നേഹിക്കണം എന്നല്ല എല്ലാ പ്രാർത്ഥനകളും പോയി തട്ടുന്നത് ആ കട്ടിയുള്ള പാറയിൽ. ആ കട്ടിയുള്ള പാറ എന്താണ്? ദൈവം എന്ന് നീ വിചാരിക്കുന്ന നിൻ്റെ മനസ്സാണ്. ആ മനസ്സിൽ തട്ടി ആ കല്ല് തിരിച്ചു വരും. കാരണം നീ നൽകുന്നത് നിനക്ക് റിഫ്ലക്ഷനായി വരും. നീ ചെയ്യുന്ന നന്മ നിന്നിൽ പ്രകാശിക്കും. അപ്പം നീ അവിടെ പോയിട്ട് തെറ്റായ ഒരു കാര്യം ചെയ്യാണ് മനുഷ്യ എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന ആൾ നശിക്കണം, ഇന്ന ആൾ നശിച്ചു പോകണം, ഇന്ന ആൾക്ക് കുരുത്തക്കേടുണ്ടാവണം, ഇന്ന ആൾ അങ്ങനെ ആവണം എന്ന് പറയുമ്പോൾ നീ എറിഞ്ഞ പന്ത് നിന്നിലേക്ക് തന്നെ വരും. അത് എത്രയും പെട്ടെന്ന് നന്മയും തിന്മയും നിന്നിലേക്ക് തേടി വരും എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ പ്രാർത്ഥനയും ഈ ശില്പമായ ഈ കല്ലും തമ്മിലും കൂടി ഈ കല്ലിന് ഇത്രയും ബന്ധമുണ്ട്. ആൾക്കാർ നോക്കും, അതാ കുന്നിൻ്റെ മുകളിൽ പാറ, എന്തിനാ വെറുതെ പറയും? അത് വെറുതെ അല്ല, അതുകൊണ്ട് വലിയൊരു ഐതിഹ്യം തന്നെയുണ്ട്. ആരോടും മിണ്ടാതെ ഈ പ്രകൃതി ഇതൊക്കെ സംഭവിക്കുമ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകണ കാരണം, മരമൊക്കെ വീണ് പോകണ കാരണം, പാറ മാത്രം അവിടെ ഉറച്ചു നിൽക്കുന്നത് കാണാം അല്ലേ? പാറയൊക്കെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടണം, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവണം എന്നൊക്കെ പറയും പോലെ ഒരിക്കലും അനങ്ങാത്ത കുറേ പാറകൾ നിൽക്കില്ലേ, കുറേ കരിങ്കല്ലുകൾ, അതുപോലെ പരിശുദ്ധമായതാവണം നമ്മുടെ സ്നേഹം, നമ്മൾ കാണിക്കുന്ന സ്നേഹം, നമ്മുടെ വിശ്വാസം എല്ലാം അതുപോലെ ആവണം. എന്ന് വെച്ചാൽ കല്ലിൽ കൊത്തിവെച്ച കവിത എന്ന് പറയും പോലെ ആവണം. മനസ്സിലായില്ലേ? അപ്പോൾ കല്ല് പോലെ ഹൃദയം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ശരിയായിരിക്കാം, കല്ല് പോലെ ഹൃദയം, സമൂഹം തന്ന വേദനയും കൊണ്ട് കല്ല് പോലെ ഹൃദയം ഉണ്ടാക്കിയ കല്ലായി മാറിയ ഞാൻ. ശരിയായിരിക്കാം, സമൂഹം നൽകിയിട്ടായിരിക്കാം കല്ല് പോലെ ഹൃദയമായിരിക്കണം. കല്ല് പോലെ ദൃഢവിശ്വാസമുള്ള പ്രാർത്ഥന എന്താണ്? എൻ്റെ പ്രാർത്ഥന അചഞ്ചലമാണ്. ദൈവം ഇന്ന് തന്നില്ല എന്ന് വെച്ച് ദൈവത്തെ നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ ദൈവം നാളെ തരും എന്നൊരു വിശ്വാസമല്ലേ? ആ വിശ്വാസത്തിന് ഒരു കൽപ്പാറയുടെ കരുത്തുണ്ടാവണം, പവർ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ വിട്ടുവീഴ്ച ചെയ്യണത്, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്യണം, എന്തിന് അച്ഛനമ്മയ്ക്ക് വേണ്ടി മക്കൾ വിട്ടുവീഴ്ച ചെയ്യണം. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. അവിടെ ഒരു കല്ല് കയറ്റി വയ്ക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഈ കുടുംബം നല്ല രീതിയിൽ സുഗമമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കല്ല് കയറ്റി വയ്ക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില അടികളിൽ നിന്നും ഒക്കെ ചിലർ ഹൃദയക്കാരായി മാറും. അപ്പോൾ കല്ല് ഒരു ഉപമ മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കല്ലൊരു പവറാണ്. ഒരു റോക്ക് ഈസ് എ മെറ്റീരിയൽ എന്ന് പറയും പോലെ ഒരു റോക്ക് ഒരു അത്രയും പവർഫുള്ളാണ്. ആ പവർഫുള്ളായിട്ടുള്ള വ്യക്തിനെയാണ് അത് വ്യക്തി എന്ന് വിളിക്കുക, അതാണായാലും പെണ്ണായാലും. അപ്പോൾ കല്ല് പോലെ ഉള്ള ദൃഢമുള്ളതാവണം നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും. നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാവണം. ഇന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ നീ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുച്ഛിക്കുകയല്ല. ഞാൻ ഒരിക്കൽ സ്നേഹിച്ചു, അതെനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്നേഹം മനസ്സിൽ നിന്ന് മാച്ചുകഴിയൊന്നും അല്ല. ഹൃദയം എന്ന് പറയണത് എന്നും ഉറപ്പിച്ച് വെക്കാനുള്ള, കല്ല് പോലെ ഉറപ്പിച്ച് വെക്കാനുള്ള ഒരു വിഗ്രഹം കല്ല് മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല പേരുകൾ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, നീ മരിച്ചാലും നിൻ്റെ ആത്മാവ് ഇവിടുന്ന് സഞ്ചരിക്കുമ്പോഴും ആ പേരുകളും നിൻ്റെ ഓർമ്മയോടൊപ്പം ഉണ്ടാവണം. ശരിയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സ്വാമിയുടെ ശിഷ്യ. കളിയാക്കരുത്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഞാനിങ്ങനെ കളിയാക്കരുത്. സത്യമാണ്. ആലോചിച്ച് നോക്കുമ്പോ ഒരുപാട് എല്ലാം ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവിന്റെ ബന്ധമുണ്ട്, ഒരു സമൂഹത്തിൽ നിന്ന് തിരിച്ചടികൾ കേട്ടുന്ന ഒരു സ്ത്രീയുടെ ഉണ്ട്, ഒരു പുരുഷന്റെ ഉണ്ട്, മക്കളുടെ ഉണ്ട്.
അയ്യോ എന്തൊരു കല്ല് ഹൃദയാന്നൊക്കെ നമ്മൾ പലരും പറയും. തൊട്ടറിയാൻ സാധിച്ചാൽ എന്താണ് അങ്ങനെ ആയതെന്ന് നമുക്കറിയില്ല. തൊട്ടറിയാൻ സാധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധജലം പോലെ ലോകത്തൊരു സ്ഥലത്തൊന്നും കിട്ടില്ല. പാറയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ശുദ്ധമായിട്ടില്ല, അതേപോലെ ആയിരിക്കും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് അയ്യോ ഇയാളെ ഞങ്ങൾക്ക് വേണ്ട, ഇയാൾ ഒന്നിനും കൊള്ളില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ ചിരിച്ച മുഖങ്ങളിലുള്ളൊരു വിഷം, എന്തറിയോ, കാർക്കോട വിഷം പോലത്തെ വിഷം ഉണ്ടാവും. അപ്പോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഇട്ടുകൊടുക്കാം, ഈ പച്ചമുളക് ഇട്ടുകൊടുക്കാം. എത്രയോ ചിരിക്കാത്ത മുഖങ്ങളിൽ, ഒരുപാട് പ്രകടിപ്പിക്കാത്ത മനസ്സുകളിൽ അവരെക്കാളിലും കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ടാവും. നമ്മുടെ അനുഭവത്തിൽ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചവരും ചേച്ചി എൻ്റെ ജീവനാണെന്ന് പറഞ്ഞവരും നിങ്ങളുടെ എൻ്റെ അമ്മേനെ പോലെയാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? പക്ഷേ എൻ്റെ മനസ്സിൽ അവരുണ്ട്. എന്താണെന്ന് അവരൊരിക്കലും അങ്ങനെ സ്നേഹം. അതെ, പക്ഷെ നീ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ കണ്ടോ, ഈ എണ്ണ തെളിഞ്ഞു വന്നാൽ ഇതെല്ലാം വെന്തുന്ന. പിന്നെ മീൻ കൊട്ടു വെക്കേണ്ട ആവശ്യം, മീൻ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഈ തക്കാളി വേവേണ്ട ആവശ്യമില്ല, ഈ ചട്ടിയിൽ കിടന്ന് തന്നെ അത് വേവായിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അത് നിനക്ക് തരാം. പക്ഷെ ഒരുപാട് പ്രകടിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ചിലർ ഒന്നും കൂടുതൽ മുഖസ്തുതികളൊന്നും പറയാത്ത ചില ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ചില ആൾക്കാർ കാണിച്ചിട്ടുള്ള സ്നേഹം ആകസ്മികമായി കാണിച്ചിട്ടുള്ള സ്നേഹങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടില്ലേ? അതാണ് സത്യം അല്ലേ? അപ്പോൾ കല്ല് പോലെ ഹൃദയമുള്ള ചില ആൾക്കാരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അവൻ്റെ ചില അടയാളങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ഇണങ്ങുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോട്ടേട്ടോ എന്ന് പറഞ്ഞിട്ട് പോണ വ്യക്തികൾ, അതുപോലത്തെ ചില വ്യക്തികളുണ്ട്. അനുഭവങ്ങളുണ്ട് കേട്ടോ. ചില കടകളിൽ പോകുമ്പോഴേ ആ കടയിൽ ഒരു കട കൊടുക്കുന്നത്, എന്താ പേര് പറയണ്ട, പേരങ്ങനെ പറയാൻ പാടില്ല. എപ്പോഴും അങ്ങനെ ഒരാളിരിക്കും. അപ്പൊ ഞാൻ 1-2 പ്രാവശ്യം പോയപ്പോൾ വിചാരിച്ചു അത് ഭയങ്കര ഒരു ദേഷ്യക്കാരനാണ്. എങ്ങനെ ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. ഗേൾസിനൊക്കെ മിണ്ടുകയില്ല ആളുണ്ട്. ഞങ്ങളുടെ മകനൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലായി, കടയൊക്കെ മനസ്സിലായി. പിന്നെ നോക്കുമ്പോഴാണ് ആളോട് എത്ര നല്ല സ്വഭാവമുള്ള മനുഷ്യരറിയും, പാവം. എന്താ അപ്പൊ ഈ കറി ആയിട്ടോ. അപ്പൊ അതാണ് പറയണത്, നമ്മൾ ഒരാളുടെ ഉള്ളറിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കല്ല് പോലെയുള്ള പ്രകടനമായിരിക്കും. അപ്പൊ മീനും വെന്തു, കറിയൊക്കെ തന്നെ. ഇതിന് നാളികേരം ഒന്നും വേണ്ട. അത് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് മഞ്ചട്ടിലൊക്കെ വെച്ചാൽ അതിന്റെ പ്രത്യേകിച്ച് രുചി. അതുമല്ല, ഈ മല്ലി മുളക് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ. നാളികേരം കുട്ടികളല്ലേ, നാളികേരം പാലോ നാളികേരം കുട്ടികളെ കറി കേടുവരും. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മീൻകറി മാത്രമല്ല, കുറച്ച് കൂടുതൽ മീൻ ഇട്ടു. ഈ കറി വെക്കുമ്പോ ഇത്തിരി കൂടുതൽ മീൻ ഇടുമ്പോൾ അത്ര കറിക്ക് സ്വാദമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ മീൻ അയിലക്കറിയും മീൻ വറുത്തതും പപ്പടവും. ഇത് അവിടുത്തെ മംഗലാപുരം അവിടുത്തെ ബേരികളില്ലേ, അവര് വെക്കുന്ന കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വെച്ചത്. ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് തന്നെ. അപ്പൊ ഇന്നിപ്പോ എന്റെ അസുഖമൊക്കെ കുറഞ്ഞു കേട്ടോ. നിങ്ങൾ ഊണ് കഴിക്കാൻ വരികയാണെങ്കിൽ മീൻ കറി തരാം. ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ അച്ചാർ എപ്പോഴും ഉണ്ടാവും. അച്ചാർ പിന്നെ 2-3 തരം അച്ചാർ എന്നും ഉണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾക്ക് മീൻ വറുത്തും തരാം കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ നേരാക്കി വെച്ചിട്ടുണ്ട്, അതും വേണമെങ്കിൽ വെച്ച് തരാം. ഓക്കെ, അപ്പോൾ അസുഖമൊക്കെ മാറിയിട്ടോ. ആര് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. എല്ലാവരും പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് കണ്ടില്ലേ പെട്ടെന്ന് പോയി. അതെ അതെ. അപ്പോൾ ബൈ.